ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉമ്മായും വാപ്പായും ഒന്നുമില്ല കേട്ടോ, ഞാൻ സനി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉമ്മ എന്നെ ഭയങ്കര വിശ്വാസത്തോടെ ഒരു സാധനം ഏൽപ്പിച്ചിട്ട് പോയി. കുറച്ച് അരി ഇരിപ്പുണ്ട്, എന്തോന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായി കഴിച്ചോ എന്നുമ്മ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ ഫ്രൈഡ് റൈസിനൊക്കെ പറ്റിയ അരി കേട്ടോ, എനിക്കതിൻ്റെ പേരൊന്നും പറയാറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഫ്രൈഡ് റൈസ് സെറ്റാക്കാമെന്ന്. അങ്ങനെ എന്താ എനിക്കറിയാം ഗൈസ്, നോർമലി ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാണ് എന്നുള്ള മട്ടിലാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ നമുക്ക് യൂട്യൂബൊക്കെ ഉള്ളപ്പോൾ നമ്മളെന്നെ പേടിക്കുന്നല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ അരി. അങ്ങനെ നമുക്കത് നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തെടുക്കുന്നതിന് എന്താ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഗൈസ്. പിന്നെ ഈ വാഷ് ചെയ്യുന്ന കണ്ടാൽ നിങ്ങൾ വിചാരിക്കും വാവ് എപ്പോഴും ഇതൊക്കെ പണിയുന്നത്. പക്ഷേ കാര്യമൊന്നുമില്ല, ഞാൻ ഇതൊക്കെ ചെയ്ത് പഠിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നൈസാണ്, എനിക്കിഷ്ടം. പിന്നെ ഈ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ മീൻസ് എന്താരും ഇങ്ങനെ എൻ്റെ കൈ ഇടപെടുന്ന എനിക്കിഷ്ടമല്ല. ബട്ട് എൻ്റെ കൂടെ നിന്നിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്താൽ നൈസായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതൊന്ന് വെള്ളമൊക്കെ ഇട്ട് തിളപ്പിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അത് തിളച്ച് വരട്ടെ. ഓക്കെ, ആ ഒരു ടൈമിൽ ഇങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. കാരണം ഫ്രൈഡ് റൈസ് അല്ലേ, കുറച്ച് മയത്തിലൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ പണിയിലോട്ട് പോയത്. എന്നിട്ട് നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടി കുറച്ച് ഐറ്റംസൊക്കെ ആണ്, കുറേ വെജിറ്റബിൾസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കയ്യിലുള്ളതൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനും സനിയും മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ലക്ഷറി ഐറ്റമൊന്നും വേണ്ട. ഞങ്ങളൊക്കെ അഡ്ജസ്റ്റഡ്, നമ്മളെല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് വളരണമല്ലോ. അതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. നമ്മൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതിപ്പോൾ ഭയങ്കര ഇതാണെങ്കിൽ ആ ഒരിത്, ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരിത്. അപ്പം നമ്മളെ കയ്യിൽ എന്തുണ്ട്, കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ബീൻസൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബീൻസൊക്കെ ഞാൻ അടിപൊളിയായിട്ട് അരിയുന്നുണ്ട്. ആ ഒരു ടൈമിൽ മറ്റേ കവറില്ലേ നമ്മളെ കയ്യിലിടുന്ന ആ ഒരു സുനാപ്പി ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിനി കൈ മുറിയോ അയ്യോ എന്നുള്ള പേടിയിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ, ബീൻസൊക്കെ കുറച്ചേ ഉള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മളെ ചോറൊന്ന് സെറ്റപ്പായി വന്നു. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇത് എല്ലാം ഒന്ന് വീഡിയോസൊന്നും എടുക്കാനായിട്ടൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ഞാനത് മറ്റേ ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ എന്താണ്ട് ഈ സവോളയും പിന്നെ മുളകും ഇതെല്ലാം അരിഞ്ഞ് സെറ്റപ്പാക്കി വെച്ചു. ദെൻ നമ്മൾ എണ്ണ ഒഴിക്കുക, പിന്നെന്താ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, നന്നായിട്ടത് ഇങ്ങനെ വഴറ്റിയെടുക്കുക. ഇനി എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ ചിലർക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കുക്ക് ചെയ്യും, ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ വീട്ടുകാരൊക്കെ ഉണ്ടാക്കി തരുന്നല്ലോ, അതൊക്കെ കഴിച്ച് നമുക്ക് ജീവിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കും അയ്യോ എനിക്കൊന്നും അറിഞ്ഞുകൂടല്ലോ, എനിക്ക് അത് പറഞ്ഞുകൂടല്ലോ ഇത് പറഞ്ഞുകൂടല്ലോ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു ടൈമിൽ നമ്മൾ ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യാതിരിക്കാം. അതുകൊണ്ട് കുറച്ച് എത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോലും കുറച്ച് നമ്മൾ എന്തെങ്കിലും കുട്ടി സാധനങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം എന്നാണ് കേട്ടോ എൻ്റെ കുഞ്ഞ് ഗേൾ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്. കാരണം കുറേ എനിക്ക് ഗേൾ സബ്സ്ക്രൈബേഴ്സാണ്. അതായത് ഞാനിങ്ങനെ നോക്കും കേട്ടോ, ഏജ് ഒരു 50 to 18, 20 ആ ഒരു റേഞ്ചിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഗേൾസ് കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നല്ല രസമാണ് ഗൈസ്, നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഇൻട്രസ്റ്റൊക്കെ വരും. എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ബീൻസും ആ ഐറ്റംസ് കണ്ടല്ലോ, ഇട്ട സാധനങ്ങൾ കണ്ടല്ലോ, അതെല്ലാം ഇട്ട് കുറച്ച് ഉപ്പും കുറച്ച് പെപ്പറും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 2 മുട്ട, ഞാനും സനിയും ഉണ്ടായിട്ട് എനിക്കും സനിക്കും ഓരോ മുട്ട വീതം. പക്ഷെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനാണ് ഗൈസ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേറെ മസാല ഐറ്റംസ് ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ കുരുമുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും. എനിക്ക് സത്യം പറഞ്ഞാൽ ഉപ്പിടാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം ഞാൻ മറ്റതിലും ഉപ്പിട്ട് ഈ മുട്ടയിലും ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോയ വിഷയമാണല്ലോ. ഉപ്പ് കുറഞ്ഞുപോയാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ ഉപ്പ് കൂടിപ്പോയാൽ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തേക്കണം. ഇതൊക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ കുത്തിപ്പൊട്ടിച്ച് ഇങ്ങനെ ചെയ്തതായി ഈ ഒരു പരിവാക്കാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ പിന്നെ അതിനുശേഷം കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊട്ടറ്റോ എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പണ്ട് ഈ സ്കൂളത്തെ ലഞ്ച് ബോക്സിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നിടുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഞാൻ ചുമ്മാ ജസ്റ്റ് ഇതും കൂടെ ചെയ്തത്. പിന്നെ നമ്മൾ മാറ്റി വെച്ച ആ ബീൻസും ഉള്ളിയുടെ ആ ഒരു റോസ്റ്റ് ചെയ്തില്ലേ, അതും നമ്മളെ മുട്ടയും കൂടി ഇട്ട് നന്നായിട്ട് എടുക്കുക. എന്നിട്ട് ആ ചോറിനകത്തോടെ ഇടുക, തട്ടി ഇങ്ങനെ ഫുൾ ഇളക്കി സെറ്റാക്കുക, ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഈ നമ്മൾ ഇളക്കം ഭയങ്കരമായിട്ട് സൂക്ഷിക്കണമെന്നൊക്കെ പറയും കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ കേസ് അത് എങ്ങനെയാണ്. ഞാനത് ഫുൾ ഇളക്കി വെച്ച് ഫുൾ സെറ്റപ്പാക്കി വെച്ചു. എന്നിട്ട് ചുമ്മാ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ തോന്നും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു സൈഡ് ഫുൾ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ചെയ്ത് വെച്ചു. ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ.
ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതാ ഞാൻ ഇത്രയും വീഡിയോസ് ഇടുന്നല്ലോ ഇത് കൂടിപ്പോയത്. അപ്പം പിന്നെ ഉമ്മ വന്നതിന് ശേഷം കുറച്ച് ബീഫൊക്കെ വെച്ചു കേട്ടോ. ആ ഒരു ക്ലിപ്പും കൂടെ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഗൈസ്. ഉമ്മയുടെ ബീഫി തേങ്ങ കൊത്തൊക്കെ ഇട്ട ബീഫ് വൈബ് ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തിനാണ് ഞാൻ വെറുതെ പറഞ്ഞ് അലമ്പാക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം.